ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. 2014 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് എല്ലാ വർഷവും ജൂൺ 21 ഇങ്ങനൊരു യോഗാ ദിനം ആചരിക്കുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഈ ഒരു ആശയം 2014 ഡിസംബർ മാസം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. അങ്ങനെ 2015 ജൂൺ മാസം 21 ആദ്യത്തെ യോഗാ ദിനം ആഘോഷിച്ചു. യോഗയുടെ ആരംഭം ഏത് രാജ്യത്ത് നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് യോഗയുടെ ആരംഭം. യോഗയുടെ ആചാര്യൻ ആരാണ്? പതഞ്ജലിയാണ്. യോഗയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത് പതഞ്ജലി മഹർഷിയാണ്. സ്ത്രീ ശാക്തീകരണത്തിനുള്ള യോഗ എന്നൊരു പ്രമേയത്തോടു കൂടി 2024 ഈ യോഗാ ദിനം സ്ത്രീ ക്ഷേമത്തിനും അതോടൊപ്പം ആഗോളതലത്തിലുള്ള ആരോഗ്യത്തിനും സമാധാനത്തിനും ഊന്നൽ നൽകുന്നു. ജൂൺ 21 മറ്റൊരു പ്രത്യേകതയാണ് ഇന്ന് ലോക സംഗീത ദിനമാണ്. 1982 ജൂൺ മാസം 21 ഫ്രാൻസിലാണ് ആദ്യത്തെ ലോക സംഗീത ദിനം ആചരിച്ചത്. ഫ്രാൻസിൽ നിന്നാണ്, ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഗീത ദിന ആചരണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വന്നത്. സാംസ്കാരിക അതിർവരമ്പുകൾ മറികടന്ന് വൈവിധ്യമാർന്ന സമൂഹങ്ങളെ ഒന്നിപ്പിക്കാനുള്ള സംഗീതത്തിന്റെ ശക്തിയെ ഓർമ്മിപ്പിക്കുകയാണ് ലോക സംഗീത ദിനത്തിന്റെ ലക്ഷ്യമെന്നത്. ജൂൺ 21 മറ്റൊരു പ്രത്യേകത ഇന്ന് വേൾഡ് ഹൈഡ്രോഗ്രാഫി ഡേ ആണ്. ഹൈഡ്രോഗ്രാഫി എന്ന് പറഞ്ഞാൽ സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്. ഉപരിതല ജലത്തെ പറ്റിയിട്ട് അതിൻ്റെ മാപ്പിംഗ്, ഡിസ്ക്രിപ്ഷൻ ഒക്കെ പറ്റി പഠിക്കുന്ന, അതിൻ്റെ മെഷർമെൻറ്റിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഹൈഡ്രോഗ്രാഫി. അപ്പോൾ ഈ ഒരു ഹൈഡ്രോഗ്രാഫിയുടെ പ്രാധാന്യം പൊതുജനങ്ങളെ അറിയിക്കുക, പൊതുജനങ്ങളിൽ ഹൈഡ്രോഗ്രാഫിയെ പറ്റിയിട്ടുള്ള ഒരു അവബോധം വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ജൂൺ 21 വേൾഡ് ഹൈഡ്രോഗ്രാഫി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, PSC എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ ഞാൻ ആ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ PSC എക്സാമിനേഷൻ സിലബസ് നമ്മൾ നോക്കിയാൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിലെ സയൻസിൽ നിന്നും സോഷ്യൽ സ്റ്റഡീസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പലതും ചോദിക്കുന്നത്. അതുപോലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരുപാട് പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ ഈ മത്സരപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് PSC എക്സാം ഗൈഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും PSC എക്സാം ഗൈഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അനിലാസ് PSC എക്സാം ഗൈഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്കുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്രദമായ ഇൻഫർമേഷൻ ഞാൻ എത്തിക്കുന്നുണ്ട്. അനില അജു എന്ന ഫേസ്ബുക്ക് എൻ്റെ പ്രൊഫൈലിലൂടെയും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.